ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായേ? കുറച്ചു നേരം ഒന്ന് ദൈവത്തെ വിളിക്കാൻ തയ്യാറായേ? മനസ്സുരുക്കി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ തളർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വചനത്തെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ശുശ്രൂഷയെ വിമർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വചനത്തെ ശുശ്രൂഷകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കാതെയുണ്ടോ? അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കാതെയുണ്ടോ? അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. തളർന്നു പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന തളർന്നു പോയവർ, മനസ്സുകൊണ്ട് തളർന്നു പോയവരുണ്ടോ? ദൈവം തന്നെ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്തെന്നില്ലാത്തൊരു ശക്തിയാ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നേ. പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ, കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കണമേ. ദൈവനാമത്തിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം ഒരു നിയോഗത്തോടെ കേൾക്കുന്നവരുണ്ട്, നിയോഗത്തോടെ അയച്ചു കൊടുക്കുന്നവരുണ്ട്, 5:30 തന്നെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ വീടിന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. ആ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓരോരുത്തരെ അനുഗ്രഹിക്കണം. പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. പള്ളിയിലെ കപ്പ്യാരായിരിക്കാം വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പള്ളി ജോലി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരിക്കും വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർ ഓടിച്ചുകൊണ്ട് ആ വാഹനത്തിനകത്തായിരിക്കും ഇത് കേൾക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നല്ലത് വരും. ദൈവം നല്ല കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൊടുക്കണം. നിലനിൽക്കുന്ന ഐശ്വര്യം കൊടുക്കണം. ഉയർച്ച കൊടുക്കണമേ. ദീർഘായുസ് കൊടുക്കണമേ. ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. യുദ്ധങ്ങൾ മാറിപ്പോകട്ടെ. സമാധാനം നിറയട്ടെ. പിള്ളേരുടെ പരീക്ഷ അനുഗ്രഹമാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ ശനിയാഴ്ച ദിവസം നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അനുഗ്രഹമുള്ളൊരു വചനമാണ്. അനേകർ കേൾക്കേണ്ടതാ. ദിവസത്തിൻ്റെ പല പ്രാവശ്യവും കേൾക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.